ദൈവനാമം മുഹത്വപ്പെടുവാനാകട്ടെ. എന്നാൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയില്ല. ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷിക്കുന്നു. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേണ്ടുന്ന കൃപകളൊക്കെ നൽകുന്നുണ്ട്. അതോർത്ത് ദൈവത്തിന് നന്ദി പറയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കടന്നു വരാനായിട്ട് ദൈവം സഹായിച്ചു. ഫാനിക്ക് കഴിഞ്ഞ ഒരാഴ്ച ആ ട്രീറ്റ്മെന്റ് കൂടെ പോകാനായിട്ട് ഇടയായിത്തീരുന്നു. അല്പമായ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഡോക്ടറും പറയുന്നുണ്ട് കുറച്ചൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. ഇനിയൊരു 11 days കൊണ്ടുണ്ട്. സൺഡേ ഒഴികെയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 14th 15th ആയിരിക്കും കംപ്ലീറ്റ് ആകുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, 2 പെൺകുട്ടികളെ. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. മൂത്ത മകളും ഫാമിലി ആയിട്ട് അവർ ഡെറാഡൂണിലാണ്. ഇന്നലെ ആയിരുന്നു അവരുടെ 5th വെഡിങ് ആനിവേഴ്സറി. രണ്ടാമത്തെ മോള് ഫാമിലി ആയിട്ട് വയനാട്ടിൽ താമസിക്കുന്നു. അവര് 2 കൊച്ചുമക്കളുമുണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥന ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. സംശാപർദ്ധങ്ങളെ വാഗമണിൽ ഒരു ചെറിയ ഫാമിലി സെന്റർ അല്ലെങ്കിൽ ഒരു റിട്രീറ്റ് സെന്റർ ഉണ്ട്. ദൈവം കഴിഞ്ഞ നാളിൽ അത്ഭുതമായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അനേകർക്ക് അതൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തീരുന്നുണ്ട്. നിങ്ങളും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകം കടന്നു വരുവാനായിട്ടും പ്രത്യേകിച്ച് ക്യാമ്പ്സും പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടും അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരാനായിട്ടും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ പുസ്തകത്തില്, യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 5 verse 17. യാക്കോബ് 5:17. ഏലിയാവ് നമുക്ക് സമത്വമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ ഒരു സത്യം. അവിടെ ഏലിയാവ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ പറ്റിയാണ് യാക്കോബ് പറയുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. He was a man with a nature like ours, അല്ലെങ്കിൽ was a human just like us എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പോലെ തന്നെ സമസ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രവാചകന്മാരെ പലപ്പോഴും നമ്മൾ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പറ്റി നോക്കുന്ന സമയത്ത് വളരെ അസാധാരണമായ വ്യക്തികളായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചവരെ. ഏലിയാവിനെ പറ്റി നോക്കുമ്പോഴേ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ല എങ്ങനെയാ തീ ഇറക്കി. അത്ഭുതമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അവൻ മാത്രമല്ല, മരിച്ച ഒരു വ്യക്തിയെ ജീവനിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നത്, സരഫത്തിലെ വിധവയുടെ മകന്. അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് വാസ്തവത്തിൽ വലിയൊരു വ്യക്തിയെ, ഒരു അസാധാരണമായ ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് ഏലിയാവിനെ കാണാനായിട്ട് സാധിക്കും. അതേ സമയത്ത് തന്നെ യാക്കോബ് പറയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവര്. നമ്മളെ പോലെ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ഈ വ്യക്തി തന്നെയാണ് ജീവിതത്തിലെ നിരാശനായിട്ട്, ഭയപ്പെട്ടവനായിട്ട്, ജീവിതം അവസാനിച്ചാൽ മതി, മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടും തീരുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഇത് സമറൈസ് ചെയ്തിട്ട് പറയുന്നത്, നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. ഒരു വശത്ത് വളരെ ധൈര്യമുള്ള, വളരെ വിശ്വാസമുള്ള, വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു വാലി എക്സ്പീരിയൻസ്. നമ്മൾ ആ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള ചില വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചു. 3, 4 വാക്യങ്ങൾ വായിച്ചാൽ മതി. 1 Kings chapter 19 verse 3 and 4. ഞാൻ തന്നെ വായിക്കാം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്നെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ 1 ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചില മണിക്കൂർ അല്ലെങ്കിൽ ചില
കുറച്ച് നാൾ സമയമായിട്ടുള്ളൂ. 18-ാം അധ്യായത്തിലെ കാർമേൽ എന്ന് പറയുന്ന ആ പർവ്വതത്തിൽ വെച്ച് ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ജനമെല്ലാം, ഇസ്രായേൽ ജനമെല്ലാം പറഞ്ഞു നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറയത്തക്കവണ്ണമുള്ള അത്ഭുതങ്ങളെ കാണിച്ച ഒരു വ്യക്തിക്കാണ് ചില മണിക്കൂറുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുന്നത്. മതി കർത്താവേ, എന്റെ ജീവനെ ഇനി മരിച്ചാൽ മതി എന്നാ പറയുന്നത്, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് താന് മാറിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള വ്യക്തിയായി. പ്രാർത്ഥിച്ച സമയത്ത് 17-ാം അധ്യായം തുടങ്ങുമ്പോഴേ ഏലിയാവിന്റെ കുടുംബ പശ്ചാത്തലം ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അവനെ പറ്റി പറയുന്ന ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള എന്താ പറഞ്ഞാൽ അവന്റെ പിതാവിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു പ്രവാചകൻ വന്നിട്ട് അന്നത്തെ രാജാവിന്റെ അടുത്തിട്ട് വന്ന് പറയാണ്, ഞാൻ ഇനി പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും. എങ്ങനെ 17-ാം അധ്യായം തുടങ്ങുന്നേ, എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന്റെ യഹോവയുടെ അരുളപ്പാടുണ്ട്. അപ്പം ഇത് സംസാരിക്കുന്നത് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നോ അല്ലെങ്കിൽ യഹോവ പറഞ്ഞിട്ടെന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയില്ല. മറിച്ച് ദൈവത്തോടുള്ള തന്റെ തീഷ്ണത, ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ആഹാബ് എന്ന് പറയുന്ന ആ രാജാവ്. ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. നമ്മൾ 16-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അതൊക്കെ കാണുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് 16-30. ഒമ്രിയുടെ മകനെ ആഹാബ് തനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. പിന്നെ പറയുന്നത് താഴോട്ട് വായിക്കുമ്പോഴ് ഏദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോ ദൈവത്തെ കോപിപ്പിച്ച, ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ ലംഘിച്ച് ബാലിനെയും അശേര പ്രതിഷ്ഠകളൊക്കെ ആരാധിക്കുവാനായിട്ട് ജനത്തെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് ആഹാബ് രാജാവ് തീർന്നു. അപ്പൊ ഏറ്റവും ദുഷ്ടനായ, ഏറ്റവും അതിന് പറയുന്ന അതിന് മുമ്പുള്ള എല്ലാ രാജാക്കന്മാരെക്കാളിലും അധികം ദൈവത്തിനെ കോപിപ്പിച്ച ഒരു വ്യക്തിയായിട്ട്, അനിഷ്ടമായ ദുഷ്ടത പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ആഹാബിനെ കാണുന്നത്. എന്നാല് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് ഈ പ്രവാചകൻ പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്നത് യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല. വിചാരിക്കായിരുന്നു ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് അന്ന് ആ ദേശത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ദൈവത്തിന്റെ ആ ഒരു കൺസേൺ മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവത്തെ എന്തുമാത്രം വേദനിക്കും, ഈ ജനത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്തുമാത്രമാണ് തന്റെ ദൈവം വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് താൻ നേരിട്ട് വന്നിട്ട് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഇനിയും ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ല. ഞാൻ വിചാരിച്ചു എന്തൊരു കോൺഫിഡൻസ് ആണ്, എന്തൊരു ധൈര്യമാണ്. ഒരു രാജാവിന് മുമ്പ്, അതും ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവിന് മുമ്പായി പോയിട്ട് ധൈര്യത്തോടുകൂടി ഇങ്ങനെ ജീവൻ പോലും പണയം വെച്ചിട്ടാ പോകുന്നത്. പക്ഷെ അത് ദൈവത്തോടുള്ള തന്റെ അത് തീഷ്ണതയാ കാണിക്കുന്നത്. വളരെ സീരിയസായുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തെ മാനിക്കണം, ദൈവത്തെ ഓണർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് താന് ഈ ഒരു വാക്ക് ഈ രാജാവിന് മുമ്പ് പറയുന്നത്. ദൈവം അത് ഓണർ ചെയ്തു കേട്ടോ, അത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 3.5 വർഷക്കാലം ഈ ദേശത്ത് മഴ പെയ്തിട്ടില്ല. ഈ ആഹാബ് എന്ന് പറയുന്ന ഞാൻ വാക്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആഹാബ് ദേശം മുഴുവൻ, ഈ ഇസ്രായേൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ പോലും പോയി അന്വേഷിക്കാൻ തുടങ്ങി. ഈ പ്രവാചകൻ, ഈ പറഞ്ഞിട്ട് പോയ വ്യക്തി ഒന്ന് പിടിക്കണം, അവനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ദേശം. അവിടെ പറയുന്നുണ്ട്, പറയുന്നുണ്ട്, എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് അവസാനം ആ രാജ്യത്തെ ആൾക്കാരെ കൊണ്ടൊക്കെ ഇവനെ ഞാൻ കണ്ടിട്ടില്ല, ഈ ദേശത്ത് വന്നിട്ടില്ല എന്നൊക്കെ ശപഥം ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. അത്രമാത്രം ഇവനോട് പകയും അല്ലെങ്കിൽ വൈരാഗ്യവും പിടിക്കണമെന്നുള്ള ചിന്തയൊക്കെ ഈ ആഹാബിന് ഉണ്ടായതായിട്ടാ പറയും. എന്നാല് ഈ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് പറയുമ്പോഴ് ഒരു അശേഷം പേടിയില്ലായിരുന്നു. തനിക്കറിയാം ദൈവത്തെ ഓണർ ചെയ്താൽ, അല്ലെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ള ആ ഒരു കാര്യം
ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഏലിയാവ് പോയി പറയുന്നത്, ഞാൻ പറഞ്ഞിട്ട് ഇനിയും മഴ പെയ്യത്തുള്ളൂ. ദൈവം അത് ഓണർ ചെയ്തു. അവനോട് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്, യഹോവ അവനോട് കൽപ്പിക്കുകയാണ്, നീ കെരീതിന്റെ അടുത്ത് പോയി താമസിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, താൻ പറഞ്ഞ മഴ പെയ്യത്തില്ലെന്ന് പറയുന്നത് ആദ്യം ബാധിച്ച എന്താ ഒരു രീതിയിൽ പറഞ്ഞാല് തന്നെയും ബാധിച്ചിട്ടുണ്ട്. കെരീതിലെ വെള്ളമെല്ലാം പറ്റിപ്പോയെന്നാ പറയുന്നത്. അവിടെ അത്ഭുതങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെ. കെരീതിലെ അവിടെ മാത്രം ദൈവം അത്ഭുതം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ തോട്ടിലെ വെള്ളം പറ്റിയില്ലെന്നല്ല പറയുന്നത്, അതും പറ്റിത്താൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെയും ബാധിക്കും അല്ലെ. ദൈവം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും അതിനകത്തൊക്കെ പെടുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, കെരീത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോഴും കർത്താവ് യഹോവ പറയുന്നത്, നീ സരാപത്തിലൊരു വിധവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ട. ഗോഡ് പ്രൊവൈഡ്സ്. ദൈവത്തിന് ഒരു നമ്മളെ പരിരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ദൈവത്തെ മാനിക്കുന്ന വ്യക്തികളെ ഒക്കെ പരിരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. കെരീത് തോട്ടിലെ വെള്ളം പറ്റിയാല് സറാഫാത്തിലൊരു അതും വിധ നമ്മൾ ചിന്തിക്കും, അവിടെ കുറച്ചുകൂടെ ഒരു റിച്ച് ആയിട്ടുള്ള അല്ലെ നല്ല ധനികയായ ഒരു സ്ത്രീയുടെ അടുത്ത് പോയാൽ നമുക്ക് ഒരുപക്ഷെ അത്ഭുതപ്പെടാനില്ല. എന്നാ ഇവിടെ പറയുന്നത് ഒരു വിധവയുടെ അടുത്ത് പോകാനായിട്ടാണ്. ആ വിധവയുടെ അടുത്ത് ചെന്നപ്പോഴോ വിധവ എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് അല്ലെ അവസാന ആഹാരത്തിന് വേണ്ടിയ വെറുതെ പെറുക്കിക്കൊണ്ടിരിക്കുക. ഏലിയ പറയുന്നുണ്ട്, നീ പോയിട്ട് ഒരു അപ്പം കൂടെ എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവൾ പറയാം, ഒന്നുമില്ല, ഇനി ബാക്കിയൊന്നുമില്ല, ഞങ്ങൾ മരിക്കാനായിട്ട് ആത്മഹത്യൊന്നുമല്ല, അവസാനത്തെ ആഹാരം, ഇനി ഒന്നുമില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ നോക്കണേ, ആ സരാഫ് ഈ ഏലിയാവിനെ പോഷിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏലിയാവിനോടുള്ള കൺസേൺ കാണിക്കുന്ന പോലെ ഉള്ള ഒരു കൺസേണ് ഈ വിധവയോട് ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ആ സ്ഥലത്തേക്ക് ഈ പ്രവാചകനെ അയക്കുന്നത്. അതിന്റെ ഫലം എന്തായിരുന്നു? ഈ മഴ പെയ്യുന്നിടം വരെ ഈ വിധവയ്ക്കും അവളുടെ കുടുംബത്തിനും അല്ലെ മകനും കുടുംബത്തിനും എല്ലാം ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നൽകി. അപ്പൊ നോട്ട് ഓൺലി എലൈജ അല്ല, ദൈവത്തിന് എലിയാവിനെ മാത്രമല്ല നോക്കുന്നത്, മറിച്ച് ഈ വിധവയുടെ കാര്യത്തിലും കൺസേൺ ഉള്ള ഒരു ദൈവമായിട്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. എത്ര സ്നേഹവാനായ, എത്ര കരുതുന്നവനായ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികള് നമ്മോട് ചേർന്ന് നിൽക്കേണ്ട, ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്ന പ്രോമിസസ് ആണ് നമുക്കുള്ളത്. പിന്നെ അടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വിധവയുടെ മകൻ മരിച്ചു. അവിടെ ചെന്നിട്ട് ദൈവം അവിടെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഗോഡ് ആൻസേഴ്സ് ഹിസ് പ്രേയർ അല്ലെ. അത്ഭുതമായ ഇതാണ്. അവന്റെ ശ്വാസമില്ലാതിരുന്നു, പക്ഷെ ഏലിയാവ് പ്രാർത്ഥിച്ച് അവനെ മടക്കി കൊടുക്കാറുണ്ട്. അവിടെയും ഈ വിധവയുടെ ദൈവത്തെ അറിയാനായിട്ടും അതുപോലെ തന്നെ ഈ പ്രവാചകനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ഒക്കെ അവസരം ലഭിക്കുക ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കൂടുതൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുമെന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചറിയാൻ അവിടെ പറയുന്നുണ്ട്, നീയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകൻ, അല്ലെങ്കിൽ നീ പ്രവാചകൻ, ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവാചകനാണ് നീ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ അറിവുകൾ, ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ടൊക്കെ അത് മുഖാന്തരമായി തീർന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നമ്മള് കാർമലിലേക്ക് വരുമ്പോൾ ഈ പ്രവാചകന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാതൊരു ഭയമില്ല. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. 22-ാമത്തെ വാക്യം വായിച്ചാല്, 18-ന്റെ 22 വാക്യം വായിച്ചാല്, പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞു, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാല്യ പ്രവാചകന്മാരെ 400 പേരെന്ന് പറയുന്നത്, 450 പേരുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മാത്രം എന്ന് പറയുന്നത് വിഷമിച്ചാണോ, സങ്കടപ്പെട്ടാണോ? ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഒരു വിശ്വാസത്തോടു കൂടി അല്ലേ. എന്നാല് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഞാൻ മാത്രം എന്ന് പറയുമ്പോഴ് നിരാശ, ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ടും ഒരു വാക്ക് തന്നെ, പക്ഷെ ഒരിടത്ത് ഭയങ്കര ധൈര്യത്തോട് ഞാൻ മാത്രമേ ഉള്ളൂ. 450 പ്രവാചകന്മാര് ബാലിന് ഉണ്ട്, പക്ഷെ അവിടെ പേടിയോടുകൂടിയല്ല പറയുന്നത്, ഭയത്തോടുകൂടിയല്ല ഞാൻ മാത്രം എന്ന് പറയുന്നത്.
അപ്പൊ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ മെച്ചൂരിറ്റിയാണ്. ഞാൻ മാത്രം എന്ന് പറയുന്ന ധൈര്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി താൻ മാത്രം നിൽക്കുന്നതിനുള്ള ഒരു വലിയ അഭിമാനത്തെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൈവം ഭയങ്കര അത്ഭുതമാണ് ചെയ്യുന്നത്. ജനം ആദ്യം പറയാൻ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് പറയുമ്പോഴേ അവിടെ പറയുന്നത് ജനം ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. അല്ല, അവസാനം ഈ അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നത് ജനമെല്ലാം പറയുന്നുണ്ട്. 30-ാമത്തെ വാക്യം 18-30 പറയുന്നത് ജനമെല്ലാം അത് കണ്ട് കവിണ് വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ദൈവത്തിനു വേണ്ടി ഒരു വ്യക്തി നിന്നപ്പോഴേ ആ ഇസ്രയേലിലെ ജനത്തിനെ എല്ലാം അത് സ്വാധീനിക്കുവാനായിട്ട്, യഹോവയാണ് യഥാർത്ഥ ദൈവം എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട്, ഈ ഏലിയാവ് ദൈവത്തിന്റെ പ്രവാചകനാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പം വളരെ ധൈര്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, തീഷ്ണതയോടുകൂടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് മറ്റുള്ള ആൾക്കാരിലൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. They will also understand that നമ്മുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ജീവനുള്ള ദൈവത്തെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്, ആരാധിക്കുന്നത്. നമ്മുടെ ദൈവമാണ് ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ഇത് ഇസ്രായേൽ ജനം എല്ലാം പറഞ്ഞു നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം അല്ലെ. ഈ തീ ഇറക്കി അല്ലെങ്കിൽ തീയിൽ കൂടെ ആൻസർ നൽകിയ ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ അതിന്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മറ്റേ പ്രവാചകന്മാരെ എല്ലാവര് ബാലിനെ ആരാധിച്ചവരും ബാലിന്റെ പ്രവാചകന്മാരെല്ലാം കൊല്ലുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാല് ഇത് 19-ാം അധ്യായം തുടങ്ങുന്ന എങ്ങനെയാ? ഏലിയാവ് ചെയ്തു. ഓക്കെ, അതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കട്ടെ. 46-ാമത്തെ വാക്യം 18-46. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിന്റെ എത്തും വരെ ആഹാബിന് മുമ്പായി മഴ പെയ്യാൻ പോവാ. ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് വലിയൊരു അത്ഭുതം നടക്കാം. മഴ പെയ്യ, അത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് തനിക്ക് ലഭിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി ആഹാബിന്റെ മുമ്പാകെ രഥത്തിന് മുമ്പിൽ ഓടുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. ഏലിയാവ് ചെയ്തൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് വന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. ഈസബേൽ ഏലിയാവിന്റെ അടുത്തുള്ള ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികവും ചെയ്യുമാറാകട്ടെ എന്നറിയിച്ചു. ഇവിടെയാണ് ഒരു മാറ്റം വരുന്നത്. ഇത്രയും സമയം നമ്മൾ കാണുന്നത് വളരെ ധൈര്യത്തോടുകൂടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെയൊക്കെ കണ്ട് ജനത്തിനെയൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ജനത്തിനൊക്കെ ഈ ദൈവം ആരാണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇസബേല് പറഞ്ഞു ഞാന് നാളെ ഈ നേരത്തെ നിന്റെ ജീവനെയും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭയപ്പെട്ട് പിന്നെന്ത് സംഭവിക്കുന്നത്? ഓടിപ്പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? നമ്മള് കാണുന്ന ആദ്യം പോയിട്ട് ബാല്യക്കാരനെ ഒരിടത്ത് പോയാൽ താമസിപ്പിച്ചിട്ട് പിന്നെയും ഒരു ദിവസത്തെ കൂടെ യാത്ര ചെയ്ത് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് ഇരുന്നിട്ട് പറയുകയാണ്, മതി കർത്താവേ, എനിക്ക് വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓർക്കണം, ചില സമയത്തൊക്കെ നല്ല വിജയമൊക്കെ എല്ലാം വളരെ ഫേവറബിൾ ആയിട്ട് വളരെ വിജയവും ഇതെല്ലാം കണ്ടിട്ട് ചില സമയത്ത് അടുത്ത മണിക്കൂറുകൾ എന്ത് ചെയ്യും? നേരെ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര നിരാശയിലേക്ക് പോകാനുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ വിജയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യും? ചിലപ്പോൾ നേരെ വാലിയുടെ ഒരു താഴ്വരയുടെ എക്സ്പീരിയൻസിലേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ കാണുന്നത് നിരാശ ബാധിച്ചു, പിന്നെ വളരെ ക്ഷീണിതനായി, പിന്നെന്താ സംഭവിക്കുന്നത്? മരിച്ചാൽ മതി. വളരെ ഒരു താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് മരിച്ചാൽ മതി. എന്നിട്ട് എന്നെ ചിന്തിപ്പിച്ചിടുക. പിന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണോ? ദീർഘനാള് തന്നെ അവിടെ പറയാൻ 40 ദിവസവും 40 രാവും യാത്ര ചെയ്ത് ഹോരേബ് എന്ന് പറയുന്നത്
മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുത്ത ആ പർവ്വതം നാള് അല്ലെങ്കിൽ ദീർഘയാത്ര ചെയ്തിട്ട് ദൈവത്തിന്റെ പർവ്വത, പക്ഷെ അവിടെ ചെന്ന് ഒരു ഗുഹയില് ഇരിക്കുക. അവിടെയാണ് ദൈവം ചോദിക്കുന്നത്. അവിടെ കിടന്നുറങ്ങിയിട്ട് എന്ത് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി എഴുന്നേറ്റ് അവിടെ പറഞ്ഞ് പിന്നെ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റിട്ട് അടുത്ത ദിവസം വീണ്ടും ആഹാരം കൊടുക്കുന്നുണ്ട്. അതിന്റെ ബലം കൊണ്ട് അവനെ പോയെന്നാ പറയുന്നത്. എന്നാല് 9-ാമത്തെ വാക്യത്തിങ്ങനെ, അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്ത്. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാട് അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അവന്റെ മറുപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാല് ഒരു ബന്ധമില്ലാത്ത മറുപടി അല്ലെ. ഇവിടെ എന്ത് കാര്യം ചോദിക്കുന്നതിന് മറുപടി എന്താ പറയുന്നത്? സൈനികളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു നിന്റെ പ്രവാചകനായ വാൾകൊണ്ട് കൊന്നു കളഞ്ഞ് ഞാൻ ഒരുത്തൻ മാത്രം ഇപ്പോൾ ശേഷിച്ചിരിക്കുന്നു. അവൻ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കും. ഇപ്പൊ എന്താ, നേരത്തെ നടന്ന സംഭവങ്ങളൊന്നും തന്റെ മനസ്സിലേക്ക് അല്ല ചിന്തയിലേക്ക് വരുന്നില്ല. കാർമലിലെ കാര്യങ്ങളൊന്നും തന്റെ ഓർമ്മയില് വരുന്നില്ല. കഴിഞ്ഞ നാളുകൾ ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതും ദൈവം തന്നിൽ കൂടെ പ്രവർത്തിച്ച ഒന്നും തന്റെ മനസ്സിൽ വരുന്നില്ല. ആകെ ചിന്ത എന്നാ, ഭയപ്പെട്ടു എന്റെ ജീവൻ അല്ലെ, എനിക്കും ജീവഹാനി വരുത്തുക, ഞാൻ മാത്രമേ ഉള്ളൂ, ഇനിയും അവൻ എന്നെയും കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇത് വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിലും ചില സമയത്തൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മള് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട്, എന്നാൽ അൺഫെയർ അനിശ്ചിതമായ അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നേരെ നെഗറ്റീവായുള്ള ചിന്തകളിലേക്ക് നമ്മൾ പോകും. ഏലിയാവിന് അതാ സംഭവിച്ചത്. തന്റെ ജീവിതത്തിലെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ മണിക്കൂറുകളിൽ തന്നെ തനിക്ക് വേറെ ഒന്നും ചിന്തയില്ല. തന്നെ ഭരിച്ചിരുന്നത് എന്താ? ഭയമാണ്, നിരാശയാണ്, ശരീരമാണ് വളരെ ക്ഷീണിച്ചിട്ടുണ്ട്, അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്, അതുകൊണ്ട് എന്നെ ചിന്തിപ്പിച്ചു. ഈ യാത്രയിലൊന്നും ഒരു ശാന്തമായിട്ടുള്ള യാത്രയാണ്. നീ എങ്ങോട്ടാ പോകുന്നത്? നീ ഒരു പ്രവാചകനല്ലേ, നിനക്ക് ഇനി ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഇതൊന്നും ഇങ്ങനെയുള്ള യാതൊരു വഴക്ക് പറച്ചിലോ കുറ്റപ്പെടുത്തലോ ഒന്നും അവിടെ കാണുന്നില്ല. ആദ്യം പറയുന്നുണ്ട്, അവനെ വിളിച്ചറിഞ്ഞിട്ട് നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, ഉറങ്ങാനായിട്ട് അനുവദിക്കുന്നുണ്ട് അല്ലെ, നല്ല ഉറക്കം കണ്ടു. പിന്നെ പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് പിന്നെ കഴിക്കേ, നിനക്ക് ദീർഘയാത്രയൊക്കെ ചെയ്യണം. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ റിസ്റ്റോർ ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ ഈ ഹോറേബി എന്ന പോകുന്ന യാത്രയിൽ എന്തെങ്കിലും ഉണ്ടോ? യാത്രയല്ലേ, അവനെ ദൈവം അതിനെ അനുവദിക്കാണ്. അവിടെ ചെന്നിട്ടാണ് ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കാനായിട്ട്, നീ എവിടെ ആയിരിക്കുന്നേ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇവിടെ നിനക്ക് എന്താണ് കാര്യം? അത് സ്വയം ഒന്ന് തന്നെ ഒന്ന് വിലയിരുത്തുവാനായിട്ട്, തന്റെ അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ദൈവം അവനെ സഹായിക്കുന്നത്. 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, 2 പ്രാവശ്യം ഈ ഉത്തരവാണ്. അതിന് മറുപടി ഒന്നും ദൈവം ലിസൺ ചെയ്യുന്നത് മാത്രമേ, ഒരു മറുപടിയും കൊടുക്കുന്നില്ല അല്ലെ. നീ എന്താ ഇത്രയും ശുഷ്കാന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീ മാത്രമേ, ഇതൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ വളരെ ശാന്തമായിട്ട് ദൈവനോട് ഇടപെടുന്നു. അവിടെ വളരെ മൃദുസ്വരമാണ്. നമ്മൾ ആദ്യം കണ്ടു, ആദ്യം എന്താ സംഭവിച്ചത്? കാറ്റടിക്കുന്നു, പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്നു, തീയിറങ്ങുന്നു. പക്ഷേ അവസാനം ഒരു സ്റ്റിൽ സ്മോൾ വോയിസ്, അല്ല വളരെ ശാന്തമായ ഒരു മൃദുസ്വരം അവന് കേട്ടു. അവിടെ പറയുന്നതിനാ, നീ എന്താണ്, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിനക്കിവിടെ എന്ത് കാര്യം? ഏരിയാവ് പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവന് അവസാനം അവൻ ചിന്തിച്ചെന്നാ, അതോടുകൂടിയല്ലേ എല്ലാം അവസാനിച്ചത്. ഈ ഹോറേബിൽ വന്ന ദൈവത്തിന് പറഞ്ഞതാണ്. പക്ഷെ ദൈവം അവനെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അവനെ ചിന്തിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ അല്ല താനായിരിക്കേണ്ടത്, അവനെ മടക്കി അയക്കുക. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരു മൃദുസ്വരം ഉണ്ടായി, ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതുപ്പോണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്തിൽ നിന്ന്, ഏലിയാവെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. 15-ാമത്തെ വാക്യത്തെ യഹോവ അവനോട് അരുളിച്ചെയ്യുന്നത്, നീ പുറപ്പെട്ട് ദമേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോവുക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന് രാജാവ് അഭിഷേകം ചെയ്യുക, നിംശയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിനെ രാജാവ് അഭിഷേകം ചെയ്യുക.
ആബേൽ മുഹാലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. ഏറ്റവും അവസാനം പറയുന്ന ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കും. ഈ തോട്ട് ഹി വാസ് എലോൺ. അവനെന്താ പറയാ, ദൈവത്തോട് പറയാം ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ നിരാശയിലെ തനിക്ക് ആ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാനായിട്ടോ തന്നോടുകൂടെ വേറെ ആരെങ്കിലും ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാനാ സാധിച്ചു. പക്ഷെ ദൈവം അവനെ അഷ്വർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാലിന് മുട്ടുമുടക്കാത്ത, ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെ ദൈവത്തെ മാനിക്കുന്ന ധാരാളം പേര് നിന്റെ ചുറ്റുപാടുമുണ്ട്, നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം അതൊക്കെ ചിലപ്പം നമ്മുടെ ചിന്തയിലും അയ്യോ ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഏലിയാവിനെ മടക്കി അയക്കാൻ. ഇറ്റ്സ് എ ലോങ് ജേർണി അല്ലെ, 40 ദിവസം യാത്രയിലെ ദിവസം യാത്ര ചെയ്ത് വന്ന സ്ഥലം. പക്ഷേ ഈ സെൻഡിങ് ഹിം ബാക്ക്. നീ പുറത്ത് അപ്പം ഏലിയ വിചാരിക്കുന്നത് ഇതോടുകൂടെ തന്റെ പ്രവൃത്തികളെല്ലാം തീർന്നു, ഇനി തനിക്കൊന്നും ചെയ്യാനായിട്ടില്ല. നിരാശയിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യമാണ്. ഇനിയൊന്നും ഇല്ല, എനിക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ള ചിന്തയൊക്കെ നമ്മളെ ഭരിക്കുമ്പോൾ ഓർക്കണം. ഇവിടെ ഏലിയാവിനോട് പറയുന്ന പോലെ സംടൈംസ് ഗോഡ് ഈസ് സെൻഡിങ് അല്ലെ, മടങ്ങിപ്പോകണം. മടങ്ങിപ്പോയിട്ട് എന്തൊക്കെയുണ്ട് ശുശ്രൂഷകൾ, ചെറിയ കാര്യങ്ങളൊക്കെയാണോ? 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം, നിന്റെ പിൻഗാമിയായിട്ട് ഏലീശയെ അഭിഷേകം. ഇതൊക്കെ വലിയ ശുശ്രൂഷകളുമായിട്ട് മടക്കി അയക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ മൗണ്ടൻ എക്സ്പീരിയൻസ് കാണും, ചില സമയത്ത് വാലി എക്സ്പീരിയൻസ് കാണും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും ചില നാളുകളെ ആ ഒരു അനുഭവത്തിൽ കൂടെ ഒക്കെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് let's remember this. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള വ്യക്തിയാണ്, ധൈര്യമുള്ള വ്യക്തിയായിരുന്നു, അതേ സമയത്ത് തന്നെ ഭയമുള്ള വ്യക്തിയായിരുന്നു, വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു വാലി എക്സ്പീരിയൻസില് ദൈവത്തെ മറന്നുപോയി. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയ ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിൽ ആ മൃദുസ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇടയ്ക്കൊന്ന് ചിന്തിക്കണം, വാട്ട് ആർ യു ഡൂയിങ്? നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തൊക്കെയാണോ ആയിരിക്കുന്നത് എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ബില്ലിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ചെയ്തെന്നുള്ളത് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നതും തീർച്ചയായിട്ടും. അതാണ് യാക്കോബ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് സമസ്വഭാവമുള്ളവനെ പ്രാർത്ഥനയെ പറ്റിയാണ് മെയിൻ ആയിട്ട് അവിടെ പറയുന്നത്. പ്രാർത്ഥിച്ച സമയത്ത് ദൈവം പ്രവർത്തിച്ചു. മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പം മഴ പെയ്തു. അതുപോലെ തന്നെ മഴ പെയ്യാൻ പറഞ്ഞപ്പോഴേ അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അതിനും ഉത്തരം നൽകും. മരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഏലിയാവ് മരിച്ചോ? മരിക്കാതെ ഒരു ദിവസം ഇനി മതി കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഏലിയാവിനെ ഇന്നും മരിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമ്മള് ബൈബിളിനകത്ത് കാണുന്നത്. എത്ര അത്ഭുതമായ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലും മൗണ്ടൻ ടോപ്പ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു താഴ്വരയുടെ എക്സ്പീരിയൻസിലേക്ക് വരുന്ന സമയത്തും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. സമസ്വഭാവമുള്ളൂ. ഇവരൊക്കെ അസാധാരണമായ വ്യക്തികളൊന്നും അല്ലായിരുന്നു അല്ലേ? ഞാൻ വിചാരിക്കും ഇത് ഇവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ബൈബിളിനകത്ത് പലപ്പോഴും നമ്മളിങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെ പറ്റിയുള്ള അവരുടെ ചില നെഗറ്റീവ്സ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കതൊരു ഇത്രയും വലിയ ഹീറോസ്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിലെ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ, അതൊരു മുന്നറിയിപ്പാണ് നമുക്ക്. പിന്നെ വലിയൊരു ആശ്വാസം അല്ലേ? നമ്മുടെ ജീവിതത്തിലും ദൈവം കൂടെ ഉണ്ട്. മാത്രമല്ല ഈ വാലി എക്സ്പീരിയൻസ് പോകുന്ന സമയത്തും ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഏലിയാവിനോട് പറയുന്നുണ്ട്, നീ മാത്രമൊന്നുമല്ല കേട്ടോ. അവൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ധൈര്യത്തോടുകൂടി പറയുന്ന സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, പക്ഷെ നിരാശ വരുന്ന സമയത്ത് അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കാരുമില്ല എന്നൊക്കെ ചിന്തിച്ച് ഞാൻ മറ്റുള്ള ആൾക്കാരെ പറ്റി വലിയ വിശേഷമൊന്നും ഉള്ളതെന്നൊക്കെ പറഞ്ഞ് തന്നെ പറ്റി തന്നെ ഇങ്ങനെ നമ്മളെ നാടൻ ഭാഷ പദം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാല് കർത്താവിനെ ധൈര്യപ്പെടുത്തുന്നതായിട്ടും ഇതാണോ ദൈവം കൂടെ ഉണ്ട്. മാത്രമല്ല ദൈവം വലിയ കാര്യങ്ങൾ നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചു. സോ സംടൈംസ് ഗോഡ് സെൻഡ് us back. തിരിച്ചു പോകണം. വലിയ യാത്രയൊക്കെ ചെയ്തിട്ടായിരിക്കും വളരെ ക്ഷീണിതനായിട്ട്, പക്ഷെ ആവശ്യത്തിനുള്ള റിഫ്രഷ്മെന്റും
കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നുണ്ട്, നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ചില വ്യക്തികളൊക്കെ നമുക്ക് ഇങ്ങനെ ധൈര്യപ്പെടുത്താനായിട്ട് ഇത് നല്ലൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ കാണുന്നത്. ദൈവം എങ്ങനെ ഇടപെട്ടത്? ലിസൺ ചെയ്യുന്നുണ്ട്, നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, കിടന്നുറങ്ങാനായിട്ട് സമ്മതിക്കുന്നുണ്ട്, മാത്രമല്ല ചിന്തിക്കാനായിട്ട് ചില ചോദ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ നീ ചെയ്യുന്നത്? ഇവിടെയാണോ നീ ആയിരിക്കേണ്ടത്? അന്നേരമാണോ അവന് മനസ്സിലാക്കുന്നത് തിരികെ പോകണം. മാത്രമല്ല വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അടുത്ത അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോട്ട് ഓഫ് മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിലും ഇതാണ്. ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ലേ, നിരാശപ്പെട്ട, വേദനപ്പെട്ട, അല്ലെങ്കിൽ സങ്കടപ്പെട്ട, ഇനി എനിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാനായിട്ട്, ധൈര്യപ്പെടുത്താനായിട്ട്. മാത്രമല്ല ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഈ വാലി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു മൊമെന്റില്ല ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. ഒരു ഫ്യൂണറിന് ഫാമിലിയുടെ ഒരു അങ്കിള് മരിച്ചു. ഞങ്ങൾ ആ അടക്കത്തിന് ഏർലി മോർണിംഗിലെ ന്യൂസ് അറിയുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ആ വീട്ടിൽ പോയി. ആ ബോഡിയുടെ ഞാൻ ഗേറ്റിന്റെ അവിടെ ആളിനെ ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഫാന് നേരെ ആ ബോഡിയുടെ മുമ്പിലോട്ട് പോയി നിന്നു. ആ മൊമെന്റിലായി സംഭവിക്കുക. എല്ലാം ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സോ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ അനുവദിക്കും. പക്ഷെ ഞങ്ങള് നിരാശപ്പെടുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്ന അതിന് ദൈവത്തിന് ഒരു വലിയ പേർപ്പസ് ഉണ്ട്, കൂടുതൽ ദൈവത്തെ അറിയാനായിട്ട്. ഈ വാലി എക്സ്പീരിയൻസിൽ കൂടെ പോകുമ്പോഴായിരിക്കും നമുക്ക് യഹോവ നല്ലവനെന്ന് ഇല്ലേ, അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് കാര്യങ്ങളൊന്നും നമ്മൾ അത്രയും മനസ്സിലായി. പക്ഷെ നമുക്ക് റിയലൈസ് ദാറ്റ് ഗോഡ് ഈസ് സോ ഗുഡ്. എത്ര സ്നേഹവാനായ ദൈവമാണ്. ഈ അനുഭവത്തിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ധൈര്യപ്പെടാനായിട്ട്. മാത്രമല്ല സോ ദാറ്റ് വി ക്യാൻ കംഫർട്ട് അതേഴ്സ്. ഇങ്ങനെയുള്ള അനുഭവത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ വാലി എക്സ്പീരിയൻസ് കൂടെ പോകുന്ന സമയത്ത് ധൈര്യപ്പെടുത്താനായിട്ട് ദൈവം കൂടെ ഉണ്ടല്ലേ, നമുക്ക് വലിയ ശുശ്രൂഷകൾ ഇനി ചെയ്യാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്കില്ല. അപ്പൊ നമ്മുടെ ഈ വാലി എക്സ്പീരിയൻസ് പറയാം, ഇപ്പൊ ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലുള്ള കാര്യങ്ങൾ കൂടെ പോകുമ്പോഴ് നമ്മൾ ഓർത്തിനും അത് വലിയൊരു പർപ്പസിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാനായിട്ടും കൂടുതൽ നമ്മൾ അനുഗ്രഹമായി തീരാനായിട്ടുള്ള ഒരു അനുഭവമായിട്ട് അത് തീരാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരും അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഒരു സമയല്ലേ, ഞാൻ എന്നെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ആ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, ഫോർ ദ ഗോഡ് ഓൺ ദ മൗണ്ടൻ ഈസ് സ്റ്റിൽ ഗോഡ് ഇൻ ദ വാലി. ചില ആൾക്കാർക്ക് ആ പാട്ട് അറിയാം. When things go wrong, he'll make them right. And for the God of the good times is still God in the bad times. The God of the day is still God in the night. നമ്മുടെ ജീവിതത്തിൽ പകല് ഈ പകലില് ഉള്ള ആ ദൈവം തന്നെയാണ് രാത്രിയിലുള്ളത്. ഈ മൗണ്ടനിലുള്ള ആ അനുഭവത്തിലുള്ള ആ പോകുന്ന സമയത്ത് നമ്മൾ ഓർത്തിക്കണം നമ്മുടെ ജീവിതത്തിലെ വാലിയിലും നമ്മൾ. സോ ആ ഒരു വലിയ ധൈര്യത്തോടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ടും അനേകം അനുഗ്രഹമായിട്ട് നമ്മുടെ എല്ലാ അനുഭവങ്ങളും തീരാനായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. താങ്ക് യു ബ്രദർ. വളരെ കർത്താവ് നമുക്ക് ആവശ്യമുള്ള സന്ദേശം ദൈവം നമുക്ക് തന്നതിന് വേണ്ടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കും വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവം എന്ന് ഞങ്ങളെ അത് മനസ്സിലാക്കി തന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ വളരെ ശക്തിമേറിയ നിലയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില ഞങ്ങൾ മാനുഷികമായിട്ട് ചില പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും കൂടെ കർത്താവെ ഞങ്ങളെ കൈവിടാതെ, ഞങ്ങളെ തളരാതെ കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണല്ലോ. കർത്താവെ, ഏത് സമയത്തും ഞങ്ങളോട് കൂടെ കർത്താവെ എങ്ങനെ ഒരു തള്ള ആടിനെയും കുഞ്ഞാടുകളെയും ഒരുമിച്ച് അതിന്റെ കരുതലോട് ആ ഇടയൻ കൊണ്ടുപോകുന്ന പോലെ തന്നെ കർത്താവെ ഞങ്ങളെ കൈ പിടിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം നന്നായി അറിഞ്ഞ് ഞങ്ങളെ കൈത്താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവമാണല്ലോ ഞങ്ങളുടെ ദൈവം. അതിനുവേണ്ടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആ രീതിയിൽ കർത്താവെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തിയതിനു വേണ്ടി സ്തോത്രം. കർത്താവെ ഞങ്ങൾക്ക് മകനോട് ബലപ്പെടുത്തി സന്ദേശം തന്നതിന് വേണ്ടി സ്തോത്രം. ഒരു ദിവസങ്ങളിൽ ഞങ്ങൾ എത്ര വിശ്വസനായ ദൈവത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ അപ്പൻ അതാണെന്ന് ഞങ്ങൾ
മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ നല്ല ഇടയൻ, ഞങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഇടയൻ, ഞങ്ങൾക്ക് എല്ലാം അതിൽ കൂടെ തരത്തുകയോ എന്നൊക്കെ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒക്കെയും തരുന്ന ദൈവമായിരിക്കുന്ന വേണ്ടി സ്തോത്രം. താങ്ക് യു ലോർഡ്. അംഗമോ തമ്മിലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിച്ചതിന് വേണ്ടി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. സ്റ്റാൻലിയെയും ഫാനിയെയും അവരെ ഈ കടന്നു പോകുന്ന ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതും അത് നന്മയ്ക്ക് വേണ്ടി തന്നെ ഇതാക്കി തീർക്കുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. പലർക്കും അവരുടെ അനുഭവങ്ങൾ പ്രയോജനപ്പെടുന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. തുടർന്ന് എടുത്ത് ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. സൗര്യ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മടങ്ങി വരാനുള്ള എല്ലാ കൃപകളും ഈ ചികിത്സയിലും കൂടെ അത് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാട്ടെ. ആമേൻ. താങ്ക് യു. നമുക്ക്